ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 17-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം മുതൽ അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നു. അന്യേ ച നദാ നദ്യശ്ച വർഷേ വർഷേ സന്തി ബഹുശോ മേർവാദിഗിരിദുഹിതര ശതശഃ. അന്യേ നദാ നദ്യ ച, അതാണ് അന്യേച്ച നദ നദ്യശ്ച ആയത്. വർഷേ വർഷേ വർഷേ, ഓരോ വർഷങ്ങളിലും. വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ആണ്ടെന്നുള്ള ഇതിലല്ലായിരിക്കും ഇവിടെ എടുത്തിരിക്കുന്നത്. ഭാരതവർഷം, അജനാഭ വർഷം എന്നൊക്കെയായിരുന്നു പേരുകൾ ഇട്ടിരുന്നത്. ഒരു സ്ഥലം, ഒരു ഭൂഖണ്ഡം, ഒരു വലിയ ഭൂപ്രദേശം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് വർഷേ വർഷേ, ഓരോ സ്ഥലങ്ങളിലും, ഓരോരോ ഭൂഖണ്ഡങ്ങളിലിരുന്നോ അല്ലെങ്കിൽ ഓരോരോ കരകളിൽ നിന്നോ അങ്ങനെ നമുക്ക് പറയാം. മേർവാദിഗിരി ദുഹിതര, മേർവാദിഗിരി ദുഹിതര, മേരു പർവ്വതം എന്ന് കേട്ടിട്ടില്ലേ? മുതലായ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന മേരു പർവ്വതം. ആ മേരു മുതലായ പർവ്വതങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ബഹുശ ശതശ, അനേകം ഭാഗങ്ങളിൽ, പല ഭാഗങ്ങളിലായിട്ട് ഉണ്ട്, നദി ഉണ്ട്, സന്ധി ഉണ്ട്. ഇത് വർഷേ വർഷേ സന്ധി എവിടെയാ? ബഹുശോ മേർവാദിഗിരി ദുഹിതര, ഒറ്റ വാക്കാണ്, മേർവാദിഗിരി ദുഹിതര, മേരു മുതലായ ഗിരി ദുഹിതര, അവിടുന്ന് പുറപ്പെടുന്ന എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മേർവാദിഗിരി ദുഹിതര ശതശഃ, വളരെ അനേകം. ശതശം എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ 100, 1000 അങ്ങനെയുള്ള കണക്കിലല്ല. ശതശഃ എന്ന് പറഞ്ഞാൽ അനേകം എന്നുള്ളൊരു വാക്കിൽ അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അതുപോലെ 12-ാമത്തെ തത്രാപി ഭാരതവർഷേ വർഷം, ഭാരതവർഷത്തിൽ ഭാരതമേവ വർഷം, തത്രാപി ഭാരതമേവ വർഷം കർമ്മക്ഷേത്രം അന്യാനി അഷ്ടവർഷാണി സ്വർഗിണാം പുണ്യശേഷോപഭോഗസ്ഥാനാനി ഭൗമാനി സ്വർഗപദാനി വ്യപദിശന്തി. തത്രാപി അതിൽ വെച്ച് ഭാരതവർഷം, ഭാരതം എന്ന ആ ഭൂപ്രദേശം, അത് കർമ്മത്തിൻ്റെ സ്ഥലം, കർമ്മഭൂമി. അത് പറയുന്നുണ്ടല്ലോ നമ്മൾ ജ്ഞാനപ്പാലിക്കകത്ത് കർമ്മക്ഷേത്രം എന്നല്ലോ പറയുന്നത്. കർമ്മത്തിൻ്റെ ഭാഗമാണ്, കർമ്മക്ഷേത്രമാണ്, കർമ്മത്തിൻ്റെ ഫലത്തെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അന്യാനി അഷ്ടവർഷാനി, ബാക്കിയുള്ള വേറെ അന്യമായ 8 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് സ്വർഗലോകം പ്രാപിച്ചവരുടെ പുണ്യശേഷോപഭോഗസ്ഥാനാനി, അവശേഷിച്ച പുണ്യഫലങ്ങൾ ഭാരതവർഷത്തിലാണ് വരുന്നത്. അനുഭവിക്കാനുള്ള സ്ഥാനങ്ങളും ഭൗമാനി, ഭൂമിയിലുള്ളവയുമായ സ്വർഗപദാനി, സ്വർഗസ്ഥാനങ്ങളുമാണെന്ന് പറയുന്നു. വ്യപദിശന്തി, മറ്റേ സന്ധി എന്ന് പറഞ്ഞാൽ പറയുന്നെന്ന് നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഉപദിശന്തി, വ്യപദിശന്തി എന്ന് പറഞ്ഞാൽ പറയുന്നു. ഭാരതവർഷം മാത്രമാണ് കർമ്മക്ഷേത്രമായിട്ട് പറയുന്നത്. ആ ബാക്കിയുള്ള 8 വർഷങ്ങൾ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ സുഹൃതഫലമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പോരണമല്ലോ എങ്ങോട്ടേലും. അങ്ങനെ ബാക്കിയുള്ള പുണ്യം അനുഭവിക്കുവാനായിട്ടാണ് ഭൂമിയിലുള്ള സ്വർഗസ്ഥാനങ്ങളാണ് ഈ നമ്മുടെ ഭാരതത്തിലെ ഭാഗങ്ങൾ. ദിവ്യം, ഭൗമം, ബിലം, അങ്ങനെയൊക്കെ പല സ്വർഗം 3 വിധത്തിലുള്ളതുണ്ട്. അതിൽ ഭൂമിയിലെ സ്വർഗസ്ഥാനങ്ങളാണ് മറ്റ് 8 ഭൂഖണ്ഡങ്ങൾ. കർമ്മക്ഷേത്രമാണ് നമ്മൾ. കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അർത്ഥം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുക, കൃഷി ചെയ്യുക, ഇതായിരിക്കും. അത്രയേ ഉള്ളൂ. നേരത്തെ പറയാനൊന്നുമില്ല. ഈ വാക്കുകൾ പറയേണ്ടതെന്ന് മാത്രം അടുത്ത ലൈനിലുണ്ടെങ്കിൽ ഒത്തിരി കൂടിയ വലിയൊരു ഖണ്ഡിക പോലെയുണ്ട്, 2 ലൈനല്ല. 13 യേഷു പുരുഷാണാം അയുധ പുരുഷായുർവർഷാണാം, യേഷു പുരുഷാണാം, എന്നിട്ട് പിന്നെ അയുധ പുരുഷായുർ വർഷാണാം, പുരുഷാണാം എന്ന് പൂജ വിടുക, പിന്നെ വെട്ടിയിട്ട് അയുധ പുരുഷായുർ വർഷാണാം, ദേവകൽപ്പാനാം നാഗായുധ പ്രാണാനാം വജ്ര സംഹനന ബലവയോ, സംഹനന ബലവയോ, സംഹനന ബലവയോ, വജ്ര സംഹനന ബലവയോ മോദ പ്രമുദിത മഹാസൗരത
മഹാസൗരത മിഥുന. മഹാസൗരത മിഥുന ഒറ്റ വാക്കായിട്ട്. മിഥുന വ്യവായ അപവർഗ വർഷ. മിഥുന മഹാസൗരത മിഥുന. അവിടം വരെ വായിക്കണം ഒന്നിച്ച്. മഹാസൗരത മിഥുന എന്നിട്ട് കോമ ഇടുക. പ്രമുദിത കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് മഹാസൗരത മിഥുന കോമ. വ്യവായ അപവർഗ വർഷധൃതൈക. വ്യവായ അപവർഗ അവിടെ കോമ ഇടുക. പിന്നെ വർഷധൃതൈക. വർഷധൃതൈക വർഷധൃതൈക ഗർഭകളത്രാണാം എന്ന് വായിക്കാമേ. തു ത്രേതായുഗസമ കാലോ വർത്തതേ. അതായത് ഈ ഖണ്ഡങ്ങളിലെ പുരുഷന്മാർക്ക് ആൾക്കാർക്ക് അയുധ പുരുഷായുർ വർഷാണ്, ഒരുപാട് വർഷം ജീവിച്ചിരുന്നവരും, ദേവകൽപ്പാന ദേവതുല്യന്മാരും, നാഗായുധ പ്രാണാനം ഒരുപാട് ആനകൾക്ക് ബലമുള്ളവരും, വജ്രസംഹനന വജ്രം പോലെ ശരീരത്തിന് ദൃഢതയുണ്ടായിരുന്നു, ബല വയ മോദ ബലം ശക്തിയുണ്ട്, വയഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ആ യൗവന കാലം, മോദ സന്തോഷം, പ്രമോദ വളരെയധികം ഹർഷം വളരെയധികം സന്തോഷം അതുകൊണ്ട് എന്നിവയാൽ പ്രമുദിതമായ നമ്മൾ സന്തോഷിച്ച് ഇരിക്കുന്നതായ മഹാസൗരത മിഥുന സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടുണ്ടായ ആ സുഖത്തിൻ്റെ വ്യപായവർഗ വിഷയസുഖാനുഭവങ്ങളുടെ അവസാനത്തിൽ വർഷധൃതൈക ഗർഭകളത്രാണാം തു ആ വർഷം ധരിക്കുന്ന ഒരേ ഗർഭത്തോടു കൂടിയ ഭാര്യമാരോട് കൂടിയവർ ആകട്ടെ ത്രേതായുഗ സമ കാല, ആ ത്രേതായുഗത്തിന് തുല്യമായ കാലം വർത്തത ആകുന്നു. അതുപോലെയാണ് ആ സമയത്തുള്ള ആളുകളുടേത്. ഈ ഭൂഖണ്ഡത്തിൽ വസിക്കുന്ന പുരുഷന്മാർക്ക് എന്നും ത്രേതായുഗ സമമായ കാലമായിരുന്നു. അതായത് 10,000 സംവത്സരം ഒരുപാട് നാൾ ജീവിച്ചിരിക്കും. കാരണം കുറേ കൂടെ ആയുസ് മനുഷ്യനുണ്ടായിരുന്നു എന്ന് ചുരുക്കം. അതുപോലെ ദേവന്മാരെ പോലെ എപ്പോഴും അസുഖങ്ങളൊന്നും കൂടാതെ ഒരുപാട് ആനകൾക്കുള്ള ബലവും വജ്രം പോലെ ദൃഢമായ ശരീരവും മനസ്സൊക്കെ സന്തോഷിച്ചും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടുണ്ടാകുന്ന ആ ഒരു പ്രമോദവും സന്തോഷ സുഖവും ഒക്കെ അനുഭവിക്കുന്നതിനുള്ള ഭാര്യാഭർത്താക്കന്മാർ വളരെയധികം കാലത്തോടെ ഇങ്ങനെ തന്നെ ദമ്പതികളായിട്ട് തന്നെ ജീവിക്കാൻ അവർക്ക് കഴിയും. അതുപോലെ അവസാനത്തിൽ ആയുസ് എന്നെങ്കിലും അവസാനിക്കും. ഒത്തിരി നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ആയുസിന് തീരുമാനമുണ്ട്. ആയുസ് കഴിഞ്ഞാൽ ഒരു വർഷം ഉള്ളപ്പോൾ ഭാര്യമാർ ഓരോ സന്താനത്തെ പ്രസവിക്കും. ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ഓരോ കുട്ടികളെ ഇവർക്ക് ഓരോ വർഷവും ഉണ്ടാകുന്നു ചുരുക്കം. അപ്പോൾ സന്താന സൗഭാഗ്യം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സന്താനാധിക്യ നിമിത്തം സംഭവിക്കുന്ന ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകും. അവരെ ബാധിക്കുകയില്ലത് ആ കാലത്തിലുള്ള ആൾക്കാർക്ക്. അതുകൊണ്ട് വിഷയസുഖങ്ങളെ അനുഭവിക്കുന്ന കാര്യത്തിൽ അവർക്ക് ത്രേതായുഗ സദൃശ്യമായിട്ട് എപ്പോഴും ആയിരുന്നു. അത്രയൊക്കെ ഉള്ളൂ, അതിനകത്ത് വേറൊന്നും പറയാനില്ല. പിന്നെ 14 യത്ര ഹ ദേവപതയ സ്വൈർ ഗണനായകൈർ വിഹിത മഹാർഹണ സർവർതു കോമ കുസുമ സ്തബക ഫല കിസലയ ശ്രീയാനമ്യ മാന വിടപ വിടഭിർ ഉപശുംഭമാന രുചിരകാനനാശ്രമായതന വർഷഗിരിദ്രോണീഷു തഥാ ചാമലജലാശയേഷു വികച വിവിധ നവ വനരുഹാമോദ മുദിത രാജഹംസ ജലകുക്കുട കാരണ്ഡവ സാരസചക്രവാകാദിഭിർ മധുകര നികരാകൃതിഭിരുപകൂജിതേഷു ജലക്രീഡാദിഭിർ വിചിത്ര വിനോദൈ സുലളിത സുരസുന്ദരീണാം ഒന്നിച്ച് വായിക്കണം. സുലളിത കഴിഞ്ഞിട്ട് കോമ ഇടുക. സുരസുന്ദരീണാം ഒന്നിച്ച് വായിക്കാം. എന്നിട്ട് പിന്നെ കാമകലില വിലാസ കോമ ഹാസലീലാവലോക ആകൃഷ്ട കോമ മനോദൃഷ്ടയ സ്വൈരം വിഹരന്തി.
എല്ലാ വാക്കുകളും ഒന്നുകൂടെ പറയാം. യത്രഹ ദേവപദയ സ്വൈ 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 സ്വൈർ ഗണനായകൈ. അവിടം വരെ അയച്ചല്ലോ. ഗണനായകൈർ, പിന്നെ വിഹിത മഹാർഹണ, പിന്നെ സർവർതു കുസുമ സ്തബക കോമ ഫലകിസലയാശ്രിയ, കിസലയ ശ്രിയ, ആശ്രിയ അല്ല കേട്ടോ, ശ്രിയാന്നേ ഉള്ളൂ. കിസലയ ശ്രിയ അവിടം വരെ ഒന്നിച്ച് വായിക്കണം. എവിടെയാ? സർവർതു കുസുമ സ്തബക ഫല അവിടം വരെ വായിച്ചിട്ട് കിസലയ ശ്രിയ ആനമ്യമാന, ശ്രിയ ആനമ്യമാന എന്ന് വായിക്കണം അവിടെ. കിസലയ ശ്രിയ ആനമ്യമാല ഗദ്യമായതുകൊണ്ട് അങ്ങനെ എടുത്ത് വായിക്കുന്നതിന് കുഴപ്പമില്ല. ശ്രിയ എന്നല്ലേ, ഓ അല്ലല്ലോ ഇവിടെ. അതുകൊണ്ട് കിസലയ ശ്രിയ. പിന്നെ 2 പ്രശ്ലേഷം ഇട്ടിരിക്കുന്നത് കൊണ്ട് ആന്ന് നീട്ടിയ ആനമ്യമാന വിടപ ലത, വിടപ കഴിഞ്ഞ് കോമ, ലത കഴിഞ്ഞ് കോമ, വിടബിഭി കഴിഞ്ഞിട്ട് രു വെട്ടിയിട്ട് ഉപശുംഭമാന കോമ, ഉപശുംഭമാന കോമ. പിന്നെ രുചിര, കാനന, ആശ്രമ, ആയതന എന്നാ വാക്ക്. രുചിക, കാനന, ആശ്രമ കഴിഞ്ഞിട്ട് ആ മായ്ക്കൊരു ദീർഘം ഇട്ടിട്ടില്ലേ, അത് വെട്ടിയിട്ട് അവിടെ മുകളിൽ ആയെന്ന് എഴുതണം. ആയതന കോമ വർഷഗിരിദ്രോണീഷു തഥാച എന്നാ കേട്ടോ. തഥാച അമലജലാശയേഷു വികച വിവിധ വനരുഹമ, വിവിധ നവവനരുഹ, വിവിധ കഴിഞ്ഞ് കോമ ഇടുക. പിന്നെ നവവനരുഹ കഴിഞ്ഞിട്ട് ആ ഹായുടെ ദീർഘം വെട്ടിയിട്ട് ആമോദ മുദിത രാജഹംസ, മുദിത രാജഹംസ കോമ ജലകുക്കുട കാരണ്ടവ സാരസ ജലക്രീഡാദിഭിർ കോമ വിചിത്ര വിനോദൈ സുലളിത കോമ ഇടുക സുരസുന്ദരീണ. ഒന്നിച്ച് വായിക്കണം. അതെ, സുര കഴിഞ്ഞ് സുന്ദരീണം കുറച്ച് അങ്ങനെ വായിക്കരുത്. സുലളിത സുരസുന്ദരീണ കാമകലില കോമ വിലാസഹാസലീലാവലോക. പിന്നെ ആ ലോകായുടെ നീട്ടില്ലേ, അത് ആകൃഷ്ട മനോദൃഷ്ടയ എന്നാക്കണം. ആ കാ വരെ വായിച്ചാൽ മതി. ലീലാവലോക ആകൃഷ്ട മനോദൃഷ്ടയ സ്വൈരം വിഹരന്തി. ദേവപതികളായിട്ടുള്ളവർ അവരുടെ ഓരോ ഗണങ്ങളുടെ നാഥന്മാരാൽ വളരെ അവരെല്ലാവരും സത്കരിച്ച് സത്കാരത്തോടു കൂടിയവരായിട്ട് എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന, നമ്മൾ വനമാല എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പുഷ്പങ്ങൾ, പൂങ്കുലകൾ, അതുപോലെ കായ്കൾ, അങ്ങനെയുള്ളതിനോടൊക്കെ എല്ലാത്തിനോട് അങ്ങനത്തെ കാര്യങ്ങൾ, തളിരിലകൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, കൂമ്പുകൾ ഒക്കെ, മുകുളങ്ങൾ, മുട്ടുകളൊക്കെ, അതുപോലെ ശോഭയോടുകൂടി ആനമ്യമാന എന്ന് വെച്ചാൽ താന്നു കിടക്കുന്ന വിടവ കൊമ്പുകളോടും ലത വള്ളികളോട്, വിടബിഭി അതുപോലെ വലിയ വൃക്ഷങ്ങൾ ശോഭിക്കുന്നവയും, ഉപശുംഭമാന ശോഭിക്കുന്നവയും, രുചിര കാനന വനങ്ങളിലൊക്കെ, ആശ്രമങ്ങളിൽ, ആയതന ഗൃഹങ്ങളിൽ, വർഷഗിരിദ്രോണീഷു പർവ്വതങ്ങളുടെ ഓരോ വർഷത്തിലും പർവ്വതങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, മേരു പോലത്തെ ഓരോ പർവ്വതങ്ങളുടെ താഴ്വരകളിൽ, വർഷദ്രോണീഷു തഥാച അതേപോലെ, വികസിച്ച് നിൽക്കുന്ന വിവിധ പലതരത്തിലുള്ള നവവനരുഹ പുതിയ വൃക്ഷലതാദികളുടെ ആമോദ സന്തോഷം പോലെ, അത് അവർ സന്തോഷം പൊഴിക്കുന്നത് എങ്ങനെയാണ്?
നല്ല പൂവ് നല്ല ഭംഗിയായിട്ട് വിടർന്നു നിൽക്കും. അതുപോലെ നല്ല സൗരഭ്യമുണ്ടാകും. ആ സൗരഭ്യത്തും കൊണ്ട് നല്ല സുഗന്ധമുണ്ടാകും. സന്തോഷിക്കുന്ന മുദിത സന്തോഷ രാജഹംസങ്ങൾ, ജലകുക്കുടങ്ങൾ, കുളക്കോഴികൾ, എരണ്ട പക്ഷികൾ, പിന്നെ സാരസ കാട്ടുകോഴികൾ, കുളക്കോഴികൾ സാധാരണ നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ കാണുന്നേ, ചക്രവാക പക്ഷികൾ മുതലായവ തുടങ്ങിയ വണ്ടുകളുടെ സമൂഹങ്ങളെന്ന പോലെ ഓരോ ജാതികളാൽ ശബ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഒരു നല്ല അന്തരീക്ഷമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ അമല ജലാശയേഷു, വളരെ നിർമ്മലമായ ആശയങ്ങളിൽ ജലക്രീഡ കൊണ്ട് വിചിത്ര വിനോദ ബഹുവിധ പലതരത്തിലുള്ള സന്തോഷങ്ങളോട് കൂടി, അതുപോലെ സുലളിത സുരസുന്ദരീണ വളരെ സുന്ദരികളായ ദേവകന്യകമാരുടെ കൂടെ, ദേവ സ്ത്രീകളുടെ കൂടെ, കാമകലില വിലാസ ഹാസാവലോക ആകൃഷ്ട മനോദൃഷ്ടയ അവരുടെ കൂടെ കേളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരോട് കൂടി സന്തോഷത്തോടു കൂടി ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സോടും കണ്ണിന് ആനന്ദകരമായ കാഴ്ചകളുമൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടം പോലെ കളിച്ച് നടക്കുന്നു. 15 നവസ്വപി വർഷേഷു ഭഗവാൻ നാരായണോ മഹാപുരുഷ പുരുഷാണാം തദനുഗ്രഹായ ആത്മതത്വവ്യൂഹേന ആത്മനാദ്യാപി സന്നിധീയതേ. നവസു അപി സർവ ഐശ്വര്യസ്വരൂപ ഭഗവാൻ നാരായണോ നവസു വർഷേഷു 9 ബാക്കി 9 ഖണ്ഡങ്ങളിലും ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, മഹാപുരുഷനായ നാരായണൻ പുരുഷാണാം ജനങ്ങൾക്ക് അനുഗ്രഹിക്കുന്ന പുരുഷാർത്ഥങ്ങൾ എന്താണ് നമ്മൾ എപ്പോഴും പറയുന്ന കാമക്രോധ ലോഭ അല്ല, അത് വൈരാഗ്യങ്ങൾ. നമ്മുടെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് മോക്ഷമാണല്ലോ അവസാനം വരുന്നത്. അതിന് മുമ്പുള്ള 3 കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുവേ. എനിക്ക് ഇങ്ങനെ പുരുഷാർത്ഥം എന്ന് പെട്ടെന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ എപ്പോഴും കാമക്രോധമോഹ അതിൻ്റെ ഇങ്ങനെ വന്ന് കിടന്ന് കഴിയുമ്പോൾ മറന്നു പോകും. ഞാൻ ഓർക്കുമ്പോൾ പറയാം. പുരുഷാർത്ഥങ്ങൾ തന്നെ അതെപ്പോഴും പറയും 4 എണ്ണമാണ് നമുക്ക് ഉള്ളത്. മോക്ഷമാണ് അവസാനത്തേത്. അതിനായിട്ടാണ് ബാക്കി 4 കാര്യങ്ങളും ചെയ്യുന്നത്, 3 കാര്യങ്ങളും ചെയ്യുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ട്. അതാണ് പുരുഷാർത്ഥങ്ങൾ. പറഞ്ഞു വരാവേ. അതുപോലെ ആ പുരുഷാർത്ഥങ്ങൾ നൽകി അനുഗ്രഹിക്കാനായിട്ട് ആത്മതത്വങ്ങളെ മനസ്സിലാക്കുന്നതിന് സ്വരൂപത്തോടുകൂടി ആത്മാവിനോടുകൂടി അദ്യാപി സന്നിധീയത ഇപ്പോഴും സന്നിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ? നാരായണൻ എവിടെയാണ് ഇരിക്കുന്നത്? ഈ 9 ഖണ്ഡങ്ങളിലും ഭഗവാൻ നാരായണൻ അവിടെ ഇപ്പോഴും ഇരിക്കുന്നു. അതാണ് ആ ഒരു കാര്യം. ഒന്നുകൂടെ പറയണോ? നവസു അപി എന്ന് പറഞ്ഞാൽ മതി. വർഷേഷു ഭഗവാൻ നാരായണോ മഹാപുരുഷ പുരുഷാണാം അനുഗ്രഹായ ആത്മതത്വവ്യൂഹേന ആത്മനാദ്യാപി സന്നിധീയതേ. ആത്മനാദ്യാപി അതൊന്നിച്ച് വായിച്ചാൽ മതി, പിരിക്കണ്ട ഒരുപാട്. ഇപ്പോൾ പുരുഷാർത്ഥങ്ങൾ ഓർത്തു. ധർമ്മം അർത്ഥം കാമം മോക്ഷം. ധർമ്മം അർത്ഥം കാമം മോക്ഷം. അത് ഓർത്തിരുന്നോ കേട്ടോ. എവിടെയെങ്കിലും എഴുതിയൊക്കെ വെച്ചോളൂ. ഞാൻ ഇതുപോലെ മറവിയൊക്കെ വരും. 16 തിളാവൃതേ തു ഭഗവാൻ ഭവ ഏക ഏവ പുമാൻ നഹ്യന്യസ്തത്രാപരോ നഹ്യന്യസ്തത്രാപരോ. ഇളാവൃതേ തു ഭഗവാൻ ഭവ ഏക ഏവ പുമാൻ ഭവാന്യ പുമാൻ നഹ്യന്യസ്തത്രാപരോ. അത് നഹി അന്യസ്തത്രാപരോ ആണെന്ന് തോന്നുന്നു. നഹി
ആ വാക്കുകൾ ഇങ്ങനെ നഹി അന്യഹ തത്ര അപരോ, തത്ര അപരോ എന്നാണ് ആ വാക്കുകൾ വരുന്നത് കേട്ടോ. നഹി അന്യഹ തത്ര അപരോ. പക്ഷെ ഒന്നിച്ച് വായിക്കുമ്പോൾ നഹി അന്യസ് തത്ര അപരോ എന്ന് വായിച്ചോ. നിർവിശതി ഭവാന്യ, ഭവാന്യ എന്ന് പറഞ്ഞാൽ ശ്രീപാർവതി. ഭവാന്യാഹ ശാപനിമിത്തജ്ഞോ യത് പ്രവേക്ഷ്യത സ്ത്രീഭാവ തത്, സാ വെട്ടിക്കളഞ്ഞത്, സ്ത്രീഭാവസ്തതെന്ന് വായിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ വായിക്കാൻ പറ്റുന്നവർ വായിച്ചു, അല്ലാത്തവർ സ്ത്രീഭാവ തത് പശ്ചാത് വദിഷ്യാമി, അത് ഇളാവ്രതത്തിൻ്റെ കാര്യം അറിയാമല്ലോ. നമുക്ക് ഇളാവ്രതത്തിൽ ചെന്നപ്പോൾ പുരുഷന്മാരൊക്കെ സ്ത്രീയാകുമെന്ന് പറഞ്ഞു. അത് ദേവിയുടെ, പാർവതീ ദേവിയുടെ ശാപം കൊണ്ടുണ്ടായതാണെന്നൊക്കെ നമ്മൾ ഭാഗവത കഥകളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സുകന്യയുടെ കഥ. അതൊന്നും നമ്മൾ ഇപ്രാവശ്യം ഇവിടെ പറഞ്ഞു കേട്ടില്ല, ഇനി രാത്രി പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്. സുകന്യയുടെ കഥയുണ്ട്. പിന്നെ രാജാവ് വരുന്നതും, സുദ്യുമ്നൻ എന്ന് പറഞ്ഞ രാജാവ് വരുന്നതും അദ്ദേഹത്തിന് ഇവിടെ എത്തിക്കഴിയുമ്പം സ്ത്രീയായി പോകുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു കഥ. പകുതി സ്ത്രീയായിട്ടും ഒരു മാസം സ്ത്രീയായിട്ടും ഒരു മാസം പുരുഷനായിട്ടും ഇരിക്കുന്ന, അത് കഴിഞ്ഞത് മാറി, അങ്ങനത്തെ ആ ഒരു കഥ സുകന്യ എന്ന് പറഞ്ഞ ആണ്. സ്ത്രീയായി പോകുമ്പോൾ ഈ സുദ്യുമ്നൻ സുകന്യയായി മാറുന്നതൊക്കെ കഥ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അത് ആ ഇളാവൃതമാണിത്. അവിടെയാണ് ഭവാൻ ഭവ ഏക, ഭവൻ എന്ന് പറഞ്ഞാൽ ശിവൻ കേട്ടോ. ഭവൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്, അത് ശിവനാണ്. ഭവാന്യ ദേവി, ഭവാനി ദേവി എന്ന് പറഞ്ഞാൽ പാർവതി ദേവി. ഭഗവാനായ ശിവൻ ഒറ്റയാൾ, ഒരുവൻ മാത്രം, പുമാൻ പുരുഷൻ. ബാക്കി ഭവാന്യ പാർവതി ദേവിയുടെ ശാപനിമിത്തജ്ഞ, ശാപം കൊണ്ട് അപര അന്യ ശിവൻ ഒഴികെ ഇതര പുരുഷൻ അവിടെ വന്നാൽ നഹി തത്ര നിർവിശതി, അവിടെ പ്രവേശിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രവേശിക്കുന്നവന് സ്ത്രീഭാവ, സ്ത്രീ സ്വരൂപം കിട്ടും. അതുകൊണ്ട് പശ്ചാത് വദിഷ്യാമി, ഇനിയൊരവസരത്തിൽ അതിൻ്റെ കാര്യം പറയാം. കണ്ടോ, വദിഷ്യാമി ഇനിയൊരവസരത്തിൽ പറയാം എന്നാണ് പറയുന്നത്. അത് അത്രയേ ഉള്ളൂ. ഇനി 17. ഭവാനീനാഥൈ സ്ത്രീഗണാർബുദ സഹസ്രൈഹി അവരുദ്ധ്യമാന സവരുദ്ധ്യമാനോ ഭഗവത ചതുർമൂർത്തേർ മഹാപുരുഷസ്യ തുരീയാം താമസീം മൂർത്തിയും എല്ലാം നീട്ടുണ്ട് പ്രകൃതിമാത്മന സംഘർഷണ സംജ്ഞാം, പിന്നെ മാ വെട്ടിയിട്ട് ആത്മസമാധി രൂപേണ, ആത്മാന്നാക്കണം മാ വെട്ടിയിട്ട്, സംജ്ഞാന്ന് എഴുതണം. എന്നിട്ട് ആത്മസമാധി രൂപേണ സന്നിധാപി ഏതദ്ഭിഗൃണൻ, സന്നിധാപ്യ ഏതദഭിഗൃണൻ, അങ്ങനെയാ, ഏതദഭിഗൃണൻ ഉപധാവതി, ഉപധാവതി. കിട്ടിയ വാക്കൊക്കെ ഒന്നുകൂടെ വായിക്കാം. ഭവാനീനാഥൈ സ്ത്രീഗണാർബുദ സഹസ്രൈ കേട്ടോ, അവരുദ്ധ്യമാനോ ഭഗവത ചതുർമൂർത്തെ മഹാപുരുഷസ്യ തുരീയാം താമസീം മൂർത്തിയും പ്രകൃതിമാത്മന സംഘർഷണ സംജ്ഞാം മാ വെട്ടിയിട്ട് ആത്മസമാധി രൂപേണ സന്നിധാപ്യ ഏതദഭിഗൃണൻ എന്നാക്കണം കേട്ടോ. സന്നിധാപ്യ എന്ന് തന്നെയാകണേ, സന്നിധാപ്യ ഏതത്, അപ്പോൾ സന്നിധാപ്യായി എന്നായി. സന്നിധാപ്യ ഏതദഭിഗൃണൻ, സന്നിധാപ്യ ഏതദഭിഗൃണൻ. കിട്ടിയോ? സന്നിധാപ്യ ഏതദഭിഗൃണൻ ഭവ ഉപധാവതി. പാർവതിയാകുന്ന ദേവിയോടുകൂടി അർബുദ സഹസ്രം ഒരുപാട് സ്ത്രീ സമൂഹം കൊണ്ട് 4 ഭാഗവും നിന്ന് സേവിക്കപ്പെടുന്ന ഭഗവാനായ ശ്രീ മഹാദേവൻ
വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്ന 4 മൂർത്തികളോട്, അതാണ് എപ്പോഴും പറയുന്നത്, ആ 4 മൂർത്തികളെന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പമല്ല. ശ്രീ ശിവൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, ആ മൂർത്തികളോടുകൂടിയ ഭഗവാനായ മഹാപുരുഷൻ്റെ 4ാമത്തേതും അതുപോലെ തമോഗുണ പ്രകൃതിയാണ് സംഘർഷണമൂർത്തിക്ക്. മനസ്സിൽ ഏകാഗ്രതമായിട്ട് ധ്യാനിച്ച് അതിൽ സന്നിധാനം ചെയ്തിട്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നു. ഇത് മന്ത്രങ്ങളാണ് കേട്ടോ ഇനിയുള്ളത്. അതിൻ്റെ അർത്ഥം ഒന്നും ഞാൻ പറയുന്നില്ല, നമ്മൾക്കത് പറയേണ്ട കാര്യമില്ല. ചിലയിടത്ത് ആ ഭാഗം വായിക്കാറുമില്ല, പക്ഷെ നമ്മളത് വായിക്കുന്നുണ്ട്. എല്ലാ സപ്താഹങ്ങളിലും വായിക്കാറുണ്ട്. വടക്കൻ സമ്പ്രദായത്തിൽ ആ ഭാഗം സാധാരണ ഗൃഹസ്ഥരായ പാരായണം ചെയ്യുന്നവർ, ആചാര്യന്മാർ വായിക്കുന്നത് കുറവല്ലേ വായിക്കുന്നത്, വായിക്കുന്നവർ വായിച്ച് പോകാറ് പോലുമില്ല. ആചാര്യന്മാരത് എടുത്ത് പറയും ചിലപ്പോൾ, അതൊന്ന് പറയാൻ വേണ്ടി. പലരും പഞ്ചമസ്കന്ധത്തിലെ ഇതുപോലത്തെ വർണ്ണനകൾ പറയുന്നേ ഇല്ല. ഭരതചരിതത്തോട് രഘുഗണൻ്റെ കഥയോട് കൂടി അങ്ങ് നിർത്തും. അതാണ് പതിവ്. അപ്പോൾ ഇത് നമുക്ക് വായിക്കുന്ന മാത്രം വൃത്തിയായിട്ട് വായിക്കാൻ പഠിക്കുന്നുള്ള ഒരർത്ഥവും ഞാൻ എൻ്റെ പറയുന്നില്ല. ശ്രീ ഭഗവാൻ ഉവാച. ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണ സംഖ്യാനായ വെറു യ പിന്നെ ആ എന്നുള്ള നീട്ട് വെട്ടിയിട്ട് അനന്തായ അവ്യക്തായ നമ ഇതി. കിട്ടിയില്ലേ? ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണ സംഖ്യാനായ അനന്തായ അവ്യക്തായ നമ ഇതി. 19. ഭജേ ഭജന്യാരണപാദ പങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരംപരായണം ഭക്തേഷ്വലം ഭാവിത ഭൂതഭാവനം ഭവാപഹം ത്വാ ഭവഭാവമീശ്വരം. ഒന്നും പഠിക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞു തരണ്ട. ഭജേ ഭജന്യാരണപാദ പങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരംപരായണം ഭക്തേഷു അലംഭാവിത ഭൂതഭാവനം ഭവാപഹം ത്വാ ഭവഭാവമീശ്വരം. 20. നയസ്യ മായ ഗുണചിത്തവൃത്തിഭിർനിരീക്ഷതോ ഹി അണ്വപി ദൃഷ്ടിരജ്യതേ ഈശേ യഥാനോജിതമന്യുരംഹസാം കസ്തം ന മന്യേത ജിഗീഷുരാത്മനാം. അണ്വപി എന്നാ കേട്ടോ. ന യസ്യ മായ ഗുണചിത്തവൃത്തിഭിർനിരീക്ഷതോ ഹി അണ്വപി എന്ന് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഹി അണു അപി ആണ്. ഹി അണ്വപി ദൃഷ്ടിരജ്യതേ എന്നാണ് വാക്ക്. ന അജ്യതേ ദൃഷ്ടി ന അജ്യതേ. അതിൻ്റെ മുകളിൽ യാതൊരുവൻ്റെ ദൃഷ്ടി എന്ന് വേറെ അർത്ഥം പറയുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പറയണ്ട. നയസ്യമായ ഗുണചിത്തവൃത്തിഭിർ നിരീക്ഷതോ ഹി അണ്വപി ദൃഷ്ടിരജ്യതേ. ആയ കേട്ടോ, ദൃഷ്ടിരജ്യതയെന്ന് വായിക്കണം. അവിടെ ഒരു ആ എഴുതി വെച്ചോളൂ. ഈശേ യഥാ നോജിത മന്യുരംഹസാം കസ്തം ന മന്യേത ജിഗീഷുരാത്മന. തീർന്നു. 21. അസദൃശോയ പ്രതിഭാതിമായയാ ക്ഷീബേവ മധ്വാസവതാമ്രലോചന ന നാഗവധ്വോർഹണ ഈശിരേ ഹ്രിയ യത്പാദയോ സ്പർശന ധർഷിതേന്ദ്രിയ. അസദൃശോയ പ്രതിഭാതിമായയാ അസദൃശോ യ പ്രതിഭാതിമായയാ ക്ഷീബേവ മധ്വാസവതാമ്രലോചന. ക്ഷീബ എന്ന് പറഞ്ഞാൽ ഇവ, മതിച്ചവൻ എന്ന പോലെയും. മധ്വാസവതാമ്രലോചന ന നാഗവധ്വോർഹണ. കിട്ടിയോ? ഒന്നുമില്ല ഇവിടെ പറയാനായിട്ട്. ഈശ്വരേ ഹ്രിയ യത് പാദയോ സ്പർശന ധർഷിതേന്ദ്രിയ. സ്പർശന ധർഷിതേന്ദ്രിയ. ഇത്രയേ ഉള്ളൂ.
22 യമാഹുരസ്യ സ്ഥിതി ജന്മ സംയമം. ഒന്നും പറയാനില്ല ഇവിടെ. ത്രിഭിർവിഹീനം യമനന്തമൃഷയ നവേദ സിദ്ധാർത്ഥമിവ ക്വചിത് സ്ഥിതം ഭൂമണ്ഡലം മൂർധ സഹസ്രധാമസോ. യമാഹുരസ്യ സ്ഥിതി ജന്മ സംയമം ത്രിഭിർവിഹീനം യമനന്തമൃഷയ നവേദ സിദ്ധാർത്ഥമിവ ക്വചിത് സ്ഥിതം ഭൂമണ്ഡലം മൂർധ സഹസ്രധാമസോ. 23 യാസ്യാദ്യ ആസീത് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണ്യോ ഭഗവാൻ അജക്കിലഹ യത് സംഭവോഹം ത്രിഭൃതാസ്വതേജസ വൈകാരികം താമസം ഐന്ദ്രിയം സൃജേ. യസ്യാദ്യ ആസീത് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണ്യോ ഭഗവാൻ അജക്കില യത് സംഭവോഹം ത്രിവൃത സ്വതേജസ വൈകാരികം താമസമൈന്ദ്രിയം സൃജേ. 24 ഏതേ വയം യസ്യ വശേ മഹാത്മന സ്ഥിതാ ശകുന്താ ഇവ സൂത്രയന്ത്രിത മഹാനഹം വൈകൃത താമസേന്ദ്രിയ സൃജാമ സർവേ യദനുഗ്രഹാദിതം. ഏതേ വയം യസ്യ വശേ മഹാത്മന സ്ഥിതാ ശകുന്താ ഇവ സൂത്രയന്ത്രിത മഹാനഹം വൈകൃത താമസേന്ദ്രിയ സൃജാമ സർവേ യദനുഗ്രഹാദിതം. യന്നിർമ്മിതം ഗർഹ്യപി കർമ്മപർവണിം മായാം ജനോയം ഗുണസർഗമോഹിത നവേദ നിസ്താരണയോഗമഞ്ജസാ തസ്മൈ നമസ്തേ വിലയോദയാത്മനെ. യന്നിർമ്മിതം ഗർഹ്യപി കർമ്മപർവണീം നീട്ടുണ്ട്. മായാം ജനോയം ഗുണസർഗമോഹിത നവേദ നിസ്താരണയോഗമഞ്ജസാ തസ്മൈ നമസ്തേ വിലയോദയാത്മനെ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ ഭൂമിസ്ഥാനനിരൂപണപ്രകരണേ ഗംഗാജലസംബന്ധേന ആഗന്തുക കർമ്മകൃതോത്കർഷ നിരൂപണം നാമ സപ്തദശോऽധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ.